നമ്മുടെ വീട് അല്ലെങ്കിൽ റൂം ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നതെന്നൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം തിരഞ്ഞു കഴിഞ്ഞാൽ കാണത്തില്ല, അല്ലെങ്കിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു ഇറിറ്റേഷൻ തോന്നും അല്ലെ. നേരെ മറിച്ച് എല്ലാം നല്ല അടുക്കിനും ചിട്ടയ്ക്കും വെക്കേണ്ട സ്ഥാനത്ത് സാധനങ്ങൾ നമ്മൾ വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിലേക്ക് അല്ലെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നും അല്ലെ. മനസ്സിനൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പലപ്പോഴും വീടിന്റെ ആയാലും റൂമിന്റെ ആയാലും കാര്യത്തില് അടുക്കും ചിട്ടയും വൃത്തിയും ഒക്കെ നോക്കുന്ന നമ്മളുടെ മനസ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ അടുക്കും ചിട്ടയും ആകെ അലങ്കോലമായിട്ട് ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സിനെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യുന്ന കാര്യം പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. മനസ്സിനെ എങ്ങനെ നമുക്ക് ഡീക്ലട്ടർ ചെയ്തെടുക്കാം? ഒരുപാട് ചിന്തകൾ പലപ്പോഴും നമ്മളെയൊക്കെ അലട്ടാറുണ്ടല്ലേ. ആ ചിന്തകൾ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലതകളാകാം, ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകളാകാം, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, പാസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാവാം. പല പല ചിന്തകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടി കഴിയുമ്പോൾ നമുക്ക് തന്നെ ആകെ ഒരു അസ്വസ്ഥത തോന്നും. ഒരു കാര്യങ്ങളും ചെയ്യാനോ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ കഴിയാതെ വരും. അപ്പൊ എങ്ങനെ നമുക്ക് ഈ അവസ്ഥയെ മാറ്റിയെടുക്കാം, എങ്ങനെ നമ്മുടെ മനസ്സിനെ ഒന്ന് നമുക്ക് ഡീക്ലട്ടർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സെറ്റ് പ്രയോറിറ്റീസ്. നമ്മുടെ മനസ്സിനെ ഒന്ന് ഡീക്ലട്ടർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ, നമ്മളുടെ ചെയ്യാനുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് അടുക്കി വെക്കാൻ, മനസ്സിലൊന്ന് അടുക്കി വെക്കാൻ തയ്യാറാവുക. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, ഇതിൽ ഏത് ആദ്യം ചെയ്യും, എങ്ങനെ തുടങ്ങും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ തുടങ്ങും അപ്പോഴാണ് ഓർക്കുന്നത് വേറൊരു കാര്യമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആകെ ഒരു മനസ്സിൽ തന്നെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് ഏറ്റവും ആദ്യം ചെയ്തു തീർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതിനാണ് ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതിനുശേഷം ഇന്ന കാര്യങ്ങൾ. ഇങ്ങനെ പ്രയോറിറ്റി കൊടുത്ത് കാര്യങ്ങൾ ഓർക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനും കൂടെ നമ്മൾ മനസ്സിൽ തയ്യാറാക്കണം. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലായാലും അല്ല, പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ഒരു അസൈൻമെന്റ് വെക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സാം ആണെങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രയോറിറ്റി എന്താണ്, ആ ഒരു കാര്യത്തിലാണ് അല്ലെ. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. അങ്ങനെ സമയം നമ്മൾ ക്രമീകരിക്കാൻ തയ്യാറാവുമ്പോൾ ഒരുപാട് മനസ്സിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. കീപ് എ ജേർണൽ. എഴുതാൻ നമ്മൾ തയ്യാറാവുക. ഈ ജേർണൽ എഴുതുക എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് റിലീസ് ചെയ്യാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ജേർണൽ എഴുതുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാനും ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്കൊക്കെ പോകാതിരിക്കാനും നമുക്ക് ഈ എഴുത്ത് സഹായിക്കും. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതി സൂക്ഷിക്കാം. അതോടൊപ്പം നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ചില ഇമോഷൻസ് അല്ലെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ പല കാര്യങ്ങളെ കുറിച്ച് ക്ലാരിറ്റി കിട്ടും. നമ്മളുടെ തന്നെ ചിന്തകളെ ഒന്ന് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഈ എഴുത്ത് നമ്മളെ സഹായിക്കും. അക്സെപ്റ്റ് യുവർ സെൽഫ്. നമ്മളെ തന്നെ അംഗീകരിക്കാൻ തയ്യാറാവുക, സ്നേഹിക്കാൻ തയ്യാറാവുക. പലപ്പോഴും ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മളോട് തന്നെ ക്ഷമിക്കാനോ അല്ലെങ്കിൽ ഈ തെറ്റുകൾ അല്ലെങ്കിൽ പരിമിതികൾ എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ അസ്വസ്ഥതകളാണ്, ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്നുള്ള ചിന്തകൾ. അപ്പോൾ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല എങ്കിലും ഈ നെഗറ്റീവിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് ഡീക്ലട്ടർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മളെ തന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനും നമ്മൾ പഠിക്കുക തന്നെ. അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ, ഒരു കാര്യവും ശ്രദ്ധിച്ച് പൂർത്തിയാക്കാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വേറെ ഒരു കാര്യത്തെക്കുറിച്ച്, ഇനി ചെയ്തു തീർക്കാനുള്ള മറ്റൊരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലേക്ക് പോകും. ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെക്കും, ഒന്നും പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കില്ല. ഇതിനെ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇത് പറയാൻ എളുപ്പമാണെന്നറിയാം. അപ്പൊ എങ്ങനെ നമുക്ക് ഈ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കാം എന്ന് നോക്കിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ തയ്യാറാവുക. നമ്മളുടെ ഒരു ദിവസം അന്നത്തെ പ്ലാനുകൾ, നമ്മൾ അല്പം തിരക്കൊക്കെയുള്ള ആളാണ് എങ്കിൽ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതി വെക്കാനായിട്ട് തയ്യാറാവുക. ഏത് വ്യക്തികൾക്കും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ പ്രയോറിറ്റി അനുസരിച്ച് ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് ഓർഡർ അനുസരിച്ച് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഇതിലെ ഓരോ കാര്യങ്ങളും ചെയ്ത് തീർക്കുമ്പോൾ ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിന് നേരെ ഒരു ടിക്കും കൂടി ഇട്ട് കൊടുത്ത് നോക്കിക്കേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തോന്നും, ഞാൻ ഇത്
ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത്രത്തോളം ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഈ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കാനായിട്ടും ഇതുമൂലം നമുക്ക് സാധിക്കും. ഡീപ് ബ്രീത്തിങ്. നമ്മളിൽ പലർക്കും ശ്വസന വ്യായാമത്തിന്റെ പ്രയോജനങ്ങൾ അറിയില്ല. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാന്, ആങ്സൈറ്റി കുറയ്ക്കാന്, നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും റിലാക്സ് മോഡിലേക്ക് കൊണ്ടുവരാനായിട്ടും നമ്മുടെ മൂഡ് എലവേറ്റ് ചെയ്യാനും ഒക്കെയും ഈ ശ്വസന വ്യായാമത്തിന് സാധിക്കും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് കണ്ണുകൾ അടച്ച് ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നമ്മളുടെ ശ്വസനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ഒന്ന് ചെയ്ത് നോക്കിയേ, നമുക്ക് ആകെ ഒരു റിലാക്സേഷൻ അല്ലെ, അതുവരെ നമ്മൾ അനുഭവിച്ചിരുന്ന ആ ടെൻഷനിൽ നിന്ന് നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഡീപ് ബ്രീതിങ് എടുക്കുമ്പോൾ നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ആകെ ഉണ്ടായിരുന്ന ടെൻഷൻ, നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും, BP-യുടെ ആ കൂടി നിന്ന അവസ്ഥയൊക്കെ കുറയാനായിട്ടും നമ്മളെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ടും നമ്മളുടെ ഈ ഡീപ് ബ്രീതിങ്ങിന് സാധിക്കും. ഷെയർ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ, ഉള്ളിൽ നിങ്ങളെ വല്ലാതെ അലട്ടുന്ന, ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തെങ്കിലും ചിന്തകൾ ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ അലട്ടുന്ന, ആരുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഇമോഷൻ ഉണ്ട് എന്ന് കരുതുക. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അല്ലെ ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ആ വിഷമം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മനസ്സിനൊരു ആശ്വാസം അല്ലെ, അതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കഴിയുന്ന വിശ്വസിക്കാൻ പറ്റിയ നല്ലൊരു ആത്മാർത്ഥ സുഹൃത്ത് ഉണ്ടായെങ്കിൽ, നമ്മളെ ഒരുപാട് അലട്ടുന്ന കാര്യം അല്ലെ ഇതുവരെയും നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അവരോടൊന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ആ കാര്യത്തെ ഒരു പുതിയ ആംഗിളിൽ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ കാണാനായിട്ടും പലതരത്തിലുള്ള നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അതുപോലെ നല്ല നല്ല ഡിസിഷൻസ് ജീവിതത്തിൽ എടുക്കാനും ഇതുമൂലം സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അല്ലെ. നമ്മളിൽ പലരും എത്രമാത്രം സമയമാണ് ഓരോ ദിവസവും ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ചെലവഴിക്കുന്നതെന്ന് നമുക്ക് പോലും തിട്ടമുള്ള ഒരു കാര്യമല്ല. നമ്മൾ പോലും അറിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും വല്ലാതെ കൂട്ടാനായിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പലപ്പോഴും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു മനസ്സിന് ഒരു റിഫ്രഷ്മെന്റ് എന്ന രീതിയിലാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് സമയം അല്ലെ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് അല്ലെ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇതെല്ലാം തന്നെ പ്രോസസ് ചെയ്തെടുക്കാനും ഇതിൽ പല പല കാര്യങ്ങളും നമുക്ക് അനാവശ്യമായിട്ടുള്ളതാണ്. ചില വാർത്തകൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, അന്നത്തെ ഒരു ദിവസം തന്നെ നമ്മളെ നശിപ്പിച്ച് കളയാനായിട്ട് പവറുള്ള ചില ന്യൂസുകളായിരിക്കും ചില ദിവസം നമ്മൾ കേൾക്കുന്നത്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, മീഡിയയുടെ യൂസിനെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിധം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മീഡിയ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സമയം, എത്ര സമയം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കണം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ടൈമിനെ ലിമിറ്റ് ചെയ്യുക. മീഡിയയുടെ ഉപയോഗം നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിനെ ഡീക്ലട്ടർ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കൂ. ടേക്ക് എ ബ്രേക്ക്. എന്നും ഒരേപോലെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും അല്ലെ. എനിക്കൊന്ന് റീചാർജ് ചെയ്യാൻ, ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുക. അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ അല്ലെ ലാപ്പ് നമ്മൾ ഓഫ് ചെയ്ത് ഒരു ദിവസം, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് അവോയ്ഡ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് തയ്യാറാകുക. നമ്മുടെ കുടുംബത്തിലുള്ളവരോട് അല്ലെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സംസാരിക്കാൻ സമയം മാറ്റി വെക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക, അല്ലെ ഒരു യാത്ര പോവുക. അങ്ങനെ നമ്മളൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ്, ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ നമ്മൾ സമയം മാറ്റി വെക്കുമ്പോൾ അത് ഒരിക്കലും ഒരു നഷ്ടമാണെന്ന് കരുതരുത്. അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ വെറുതെ ചെലവഴിക്കുകയാണ്, അപ്പൊ ഒരുപാട് കാര്യം എനിക്ക് ചെയ്യാനുള്ളത് നഷ്ടപ്പെടുത്തുകയാണെന്ന് ഒരു ചിന്ത ഒരിക്കലും പാടില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സമയം മാറ്റി വെച്ച് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് റീചാർജ് ചെയ്തിട്ട് നമ്മളുടെ ഡെയിലി റുട്ടീനിലേക്ക് മടങ്ങി വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ചെയ്യാനുള്ള ഒരു പവർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നു, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സ് ഡീക്ലട്ടർ ചെയ്യാനായിട്ട് സമയമായി എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ മെത്തഡുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ മൈൻഡിനെ നമുക്ക് റിഫ്രഷ് ചെയ്ത് നമ്മളുടെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.